അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തസ്ബീഹ് നിസ്കാരത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് എല്ലാവരും റമദാനിലാണ് തസ്ബീഹ് നിസ്കരിക്കുന്ന പതിവ്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, റമദാൻ്റെ പ്രത്യേകതയിൽപ്പെട്ട ഒരു നിസ്കാരമല്ല തസ്ബീഹ്. അത് എല്ലാ ദിവസവും നിസ്കരിക്കാം. ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. അത് ഉത്തമം പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്തായിട്ട് ഒന്നിച്ചിട്ടും, രാത്രിയാണെങ്കിൽ ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കാം. അപ്പോൾ സുന്നത്താക്കപ്പെട്ട തസ്ബീഹ് നിസ്കാരം 2 റക്അത്തായിട്ട് അല്ലെങ്കിൽ 4 റക്അത്തായി ഞാൻ നിസ്കരിക്കുന്ന നിയ്യത്ത് വെച്ചിട്ട് വജ്ജഹത്ത് ഓത, ഫാത്തിഹ ഓത, എന്നിട്ട് അൽഹാഖുമുത്ത കാസിർ 1-ാമത്തെ റക്അത്തിൽ ഓത. അതുപോലെ തന്നെ 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം വല്ലസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഓത. 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓത. 4-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓത. എന്നിട്ട് നൃത്തത്തിൽ 15 തസ്ബീഹും ബാക്കി എല്ലാ പോക്ക് വരവുകളിലും 10 തസ്ബീഹാണ്. എങ്കിൽ ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ആകും. 2 റക്അത്തിലാകുമ്പോൾ 150 ആകും. അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 300 തസ്ബീഹ് ഉണ്ടാകും. അപ്പോൾ 1-ാമത്തെ റക്അത്തിൽ നിന്ന് 2-ാമത്തെ റക്അത്തിലേക്ക് ഉയർന്നതിൻ്റെ ഇടയിൽ ഒരു ഇരുത്തം ഇരിക്കാനുണ്ട്. 1-ാമത്തെ റക്അത്തിൻ്റെ 2-ാമത്തെ സുജൂദിൽ നിന്ന് 2-ാമത്തെ റക്അത്തിലേക്ക് ഉയർന്നതിന് മുമ്പ് ഇരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് 10 തസ്ബീഹ് പറഞ്ഞതിൻ്റെ ശേഷം തക്ബീർ ചൊല്ലാതെ 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഇനി റുക്കൂലി തസ്ബീഹ് പറയാൻ വിട്ടിട്ട് ഇത്ദാലിലേക്ക് ഉയർന്നതിൻ്റെ ശേഷം 2-ാമത് റുക്കൂയിലേക്ക് മടങ്ങാൻ പാടില്ല. ഇനി റുക്കൂലി പറയുന്ന ദിക്ർ പറയാതെ ഈത്ദാലിൽ ഓർമ്മ വന്നാൽ ഈത്ദാലിൽ കൊണ്ടുവരാനും പാടില്ല. പിന്നെ അങ്ങനെ 4 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടാം. ഇനി തസ്ബീഹ് നിസ്കാരമായി സംബന്ധമായ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം. അള്ളാഹു നല്ലത് പറയുവാനും കേൾക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.